ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ് എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബുകളാണ്. അപ്പോൾ നമുക്ക് നന്നായി പഠിക്കാനായിട്ട് ഒരുങ്ങാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്തിനെങ്കിലും പുരോഗതി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫ്രേസൽ വെർബാണ്. അതാണ് സെറ്റ് ബാക്ക്. സെറ്റ് ബാക്ക്. അപ്പൊ നമുക്ക് സെറ്റ് ബാക്ക് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ദ ബാഡ് വെദർ സെറ്റ് ബാക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ്. ദ ബാഡ് വെദർ സെറ്റ് ബാക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ്. മോശപ്പെട്ട കാലാവസ്ഥ വീടിന്റെ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി. അതാണ് സെറ്റ് ബാക്ക് എന്ന പദം ഉപയോഗിച്ചത്. ദ ബാഡ് വെദർ സെറ്റ് ബാക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ്. Your laziness to submit the report sets back the progress of this project. Your laziness to submit report, അതായത് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിങ്ങളുടെ മടി എന്ത് ചെയ്യുന്നു? Sets back the progress of this project. ഈ പ്രോജക്റ്റിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലുള്ള ആ മടി, അലസത. അതാണ് അതിനെ കാണിക്കുന്നതിനാണ് ഇവിടെ സെറ്റ്സ് ബാക്ക് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും രേഖയുണ്ടാക്കുന്ന അല്ലെങ്കിൽ രേഖയായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾക്ക് പറയുന്നതാണ് സെറ്റ് ഡൗൺ. സെറ്റ് ഡൗൺ. അപ്പൊ സെറ്റ് ഡൗൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് പഠിക്കാം. The rules were set down by the governing body. The rules were set down by the governing body. Governing body എന്ന് വെച്ചാൽ ഭരണകൂടം. ഭരണകൂടം എന്താണ് ചെയ്തത്? റൂൾസ്, നിയമങ്ങള് എല്ലാം എഴുതി റെക്കോർഡാക്കി കീപ്പ് ചെയ്യാനായിട്ട് വെച്ചു. അതാണ് റൂൾസ് വെയർ സെറ്റ് ഡൗൺ ബൈ ദ ഗവേണിംഗ് ബോഡി. ദ ടീച്ചർ സെറ്റ് ഡൗൺ ദ പ്രോഗ്രസ് റിപ്പോർട്ട്. ദ ടീച്ചർ സെറ്റ് ഡൗൺ ദ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ടീച്ചർ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതി, അതായത് റെക്കോർഡിക്കലായിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതി. തുടങ്ങിയിട്ട് ഇപ്പൊ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് തുടരും എന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പൊ തുടങ്ങി, അത് ഇനിയിപ്പൊ തീരൂല, കുറച്ചു നേരം കൂടി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് സെറ്റ് ഇൻ. സെറ്റ് ഇൻ എന്ന് പറയുന്ന ഈ ഫ്രേസൽ വെർബ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ബാഡ് വെദർ സെറ്റ് ഇൻ ഫോർ ദ ഹോൾ വീക്ക്. ബാഡ് വെദർ അതായത് മോശപ്പെട്ട കാലാവസ്ഥ ഇപ്പൊ തുടങ്ങി. സെറ്റ് ഇൻ ഫോർ ദ ഹോൾ വീക്ക് തുടങ്ങി, ഇനി അത് ഈ ആഴ്ച മുഴുവനും തുടരും. ഓക്കെ, ദ ബാഡ് വെദർ. ബാഡ് വെദർ സെറ്റ് ഇൻ ഫോർ ദ ഹോൾ വീക്ക്. ദിസ് ഹെഡേക്ക് ഈസ് ടു സെറ്റ് ഇൻ ടിൽ ടുമോറോ. ദിസ് ഹെഡേക്ക് ഈസ് ടു സെറ്റ് ഇൻ ടിൽ ടുമോറോ. ഈ തലവേദന ഇന്ന് തുടങ്ങി, ഇനി നാളെ വരെയും ഉണ്ടാകും. അതാണ് ദിസ് ഹെഡേക്ക് ഈസ് ടു സെറ്റ് ഇൻ ടിൽ ടുമോറോ. ഇനി ഒരു യാത്ര പുറപ്പെടുന്നതിന് നമ്മൾ പറയുന്ന ഒരു ഫ്രേസ് ആണ് സെറ്റ് ഓഫ്. സെറ്റ് ഓഫ്. അപ്പൊ ഒരു യാത്ര തുടങ്ങാൻ പോകുന്നു. അപ്പൊ നമുക്കത് പഠിക്കാം. ദ ബെഗർ woke up and set off to a distant place. Beggar woke up and set off to a distant place. അതായത് ഭിക്ഷക്കാരൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, എന്നിട്ട് ദൂരെ ഏതൊരു സ്ഥലത്തേക്ക് പോയി. അതാണ് the beggar woke up and set off to a distant place. We have to set off into a new life. We have to set off into a new life. നമുക്കൊരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങണം. നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങണം എന്നാണ് we have to set off into a new life കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, ചിലപ്പോൾ മൃഗങ്ങളാകാം, മനുഷ്യരാകാം, ആരും ആയിക്കോട്ടെ, പെട്ടെന്ന് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സെറ്റ് ഓൺ. സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ സെന്റൻസുകൾ നോക്കാം. ദ ഫാർമർ threatened to set on his dogs upon us. The farmer threatened, കൃഷിക്കാരൻ ഭീഷണിപ്പെടുത്തി. എങ്ങനെ ഭീഷണിപ്പെടുത്തിയത്? to set on his dogs upon us. ഞങ്ങളുടെ ദേഹത്തേക്ക്, അതായത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് നായകളെ അയക്കും എന്നാണ്
കൃഷിക്കാരൻ ഭീഷണിപ്പെടുത്തിയത്. ഓക്കെ, ദ ഫാമർ threatened to set on his dogs upon us. As soon as he got out of the building, he was set on by a group of thieves. As soon as he got out of the building, he was set on by a group of thieves. കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കള്ളന്മാരുടെ ഒരു കൂട്ടം അദ്ദേഹത്തെ ആക്രമിച്ചു. ഓക്കെ, കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ കള്ളന്മാരുടെ ഒരു കൂട്ടം അദ്ദേഹത്തെ ആക്രമിച്ചു എന്നാണ് ഇതിനർത്ഥം. ദി ആംഗ്രി ഗേൾ സെറ്റ് ഓൺ ടു ഹെർ ഫ്രണ്ട്സ്. ദി ആംഗ്രി ഗേൾ സെറ്റ് ഓൺ ടു ഹെർ ഫ്രണ്ട്സ്, അതായത് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഈ പെൺകുട്ടി അവളുടെ കൂട്ടുകാരെ ആക്രമിച്ചു. ഓക്കെ, ദി ആംഗ്രി ഗേൾ സെറ്റ് ഓൺ ടു ഹെർ ഫ്രണ്ട്സ്. സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കൂലേ, അതിനെ സെറ്റ് ഔട്ട് എന്ന് പറയാം. അതായത് ഒരു പ്ലാൻ സെറ്റ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ പ്ലാനിനെയൊക്കെ നമ്മൾ നല്ല കൃത്യമായിട്ട് നല്ല ഓർഡർ ആക്കി അടുക്കും ചിട്ടയോടുകൂടി പറയുന്നതിനെ നമുക്ക് സെറ്റ് ഔട്ട് എന്ന് പറയാം. നല്ലൊരു ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിനെ നമുക്ക് സെറ്റ് ഔട്ട് എന്ന് പറയാം. അപ്പൊ ഈ സെറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന ഇതിനെയൊക്കെയാണ് സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. വെൻ യു സെറ്റ് ഔട്ട് ഫോർ എ ലോങ് വാക്ക്, ടേക്ക് പെർമിഷൻ ബിഫോർ ലീവിംഗ്. വെൻ യു സെറ്റ് ഔട്ട് ഫോർ എ ലോങ് വാക്ക്, ടേക്ക് പെർമിഷൻ ബിഫോർ ലീവിംഗ്. അപ്പോൾ ഒരു ദീർഘയാത്രയ്ക്ക് നിങ്ങൾ പോകാനായിട്ട് നിങ്ങൾ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ മുമ്പ് പെർമിഷൻ എടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെറ്റ് ഔട്ട്. We set out to find the truth behind this mystery. We set out to find the truth behind this mystery. ഈ ഒരു രഹസ്യത്തിന്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഞങ്ങൾ പുറപ്പെടുന്നു. അതായത് സെറ്റ് ഔട്ട്. ഇത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പോകുന്നു എന്നാണ് ഇവിടെ സെറ്റ് ഔട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ഫ്രേസൽ വെർബാണ് സെറ്റ് എബൌട്ട്. എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിനെയാണ് സ്റ്റാർട്ട് സംതിങ്. അതാണ് നമ്മളിവിടെ സെറ്റ് എബൌട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. സെറ്റ് എബൌട്ട് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ലൈല സെറ്റ് എബൌട്ട് ടു ക്ലീൻ ഹെർ റൂം. ലൈല സെറ്റ് എബൌട്ട് ടു ക്ലീൻ ഹെർ റൂം. ലൈല അവളുടെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. ലൈല അവളുടെ മുറി വൃത്തിയാക്കാനായിട്ട് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സെറ്റ് എബൌട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വി നീഡ് ടു സെറ്റ് എബൌട്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. വി നീഡ് ടു സെറ്റ് എബൌട്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഇറങ്ങി പുറപ്പെടേണ്ട, അതായത് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു പരിഹാരം കണ്ടെത്താൻ തുടങ്ങണം എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. വി നീഡ് ടു സെറ്റ് എബൌട്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. She set about studying herself. She got about studying herself. അതായത് അവള് സ്വന്തമായി തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അവള് സ്വന്തമായി തന്നെ പഠിക്കാൻ തുടങ്ങി എന്നാണ് she set about studying herselfിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ഫ്രേസൽ വെർബാണ് set against. set against. set against എന്ന് പറഞ്ഞാൽ വേറൊരാളെ നമ്മൾ പറഞ്ഞ് മറ്റൊരാൾക്കെതിരായിട്ട് തിരിച്ചുവിടുന്നതിനെയാണ് ഈ സെറ്റ് എഗെയിൻസ്റ്റിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് മറ്റൊരാളെ നമ്മൾ വേറൊരു വ്യക്തിക്ക് എതിരാക്കി മാറ്റുന്നതിനെയാണ് സെറ്റ് എഗെയിൻസ്റ്റ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ സെറ്റ് എഗെയിൻസ്റ്റ് വെച്ചുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. രഘു രേണു രണ്ട് വ്യക്തികൾ അവര് വിവാഹം കഴിഞ്ഞു, അവര് സെപ്പറേറ്റ് ആയി. അപ്പൊ രഘു ചെയ്യുന്നതെന്ന് വെച്ചാല് അവന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും, അതായത് ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എല്ലാവരെയും രേണുവിനെതിരായിട്ട് തിരിച്ചുവിടുന്നു. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് സെന്റൻസുകളിലാക്കാം? When they were separated, Raghu set all their friends against Renu. When they were separated, Raghu set all their friends against Renu. The incident set brother against sister. The incident set brother against sister. സഹോദരനെ സഹോദരിക്ക് എതിരാക്കിയ സംഭവമായിരുന്നു അത്. ആ സംഭവം സഹോദരനെ സഹോദരിക്ക് എതിരാക്കി. അടുത്ത ഒരു ഫ്രേസൽ വെർബാണ് സെറ്റ് അപ്പാർട്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു
കാര്യം നമ്മൾ മാറ്റിവെക്കുക, അതിനെയാണ് സെറ്റ് അപ്പാർട്ട്. പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻഷന് വേണ്ടി മാറ്റിവെക്കുന്നതിനെയാണ് സെറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ മുറി ഗസ്റ്റുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്ങനെ പറയും? ദിസ് റൂം ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ ഗസ്റ്റ്. ദിസ് റൂം ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ ഗസ്റ്റ്. ഹെർ സ്മാർട്ട്നെസ് സെറ്റ്സ് ഹെർ അപ്പാർട്ട് ഫ്രം അതേഴ്സ്. ഹെർ സ്മാർട്ട്നെസ് സെറ്റ്സ് ഹെർ അപ്പാർട്ട് ഫ്രം അതേഴ്സ്. അവളുടെ സാമർഥ്യം മറ്റുള്ളവരിൽ നിന്ന് അവളെ വേർതിരിക്കുന്നു. ഓക്കെ, അവളുടെ സാമർഥ്യമാണ് മറ്റുള്ളവരിൽ നിന്ന് അവളെ വേർതിരിച്ച് നിർത്തുന്നത്. ഓക്കെ, നമുക്കുള്ള പണമോ അല്ലെങ്കിൽ നമ്മുടെ സമയമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെ നമ്മൾ പറയുന്നത് സെറ്റ് എസൈഡ് എന്നാണ്. സെറ്റ് എസൈഡ്, പണമോ അല്ലെങ്കിൽ സമയമോ മാറ്റിവെക്കുക. അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. The government set aside enough money for building a bridge. The government set aside enough money for building a bridge. ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി കുറച്ച് പണം ഗവൺമെന്റ് മാറ്റിവെച്ചു. ഇനി അവർ അവരുടെ സമയം പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു. എങ്ങനെ പറയും? They set aside their time to help the poor. They set aside their time to help the poor. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫ്രേസൽ വെർബുകളാണ് പഠിച്ചത്. അപ്പോൾ ഈ ഫ്രേസൽ വെർബുകളെല്ലാം നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അങ്ങനെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.